പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചുരി ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഒരു ചുരി ബോട്ടം വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു നോർമൽ പാൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ കിട്ടിയ പാൻറ്റിൻ്റെ പീസാണ്. ഇതിന് 2 മീറ്റർ നീളമാണുള്ളത്. ആദ്യം തുണി എങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 2 മീറ്റർ ഫാബ്രിക് ആണെന്ന് കരുതുക. ആദ്യം നീളത്തിലുള്ള ഭാഗത്തെ മുകളിലേക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് താഴെ ഫോൾഡ് വശമായിട്ടും മുകളിൽ ഓപ്പൺ ആയിട്ടുമാണ് കിട്ടുന്നത്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കൈകൊണ്ട് ഇതുപോലെ പിടിച്ച് ക്രോസ് ആയിട്ടൊന്ന് മടക്കിയെടുക്കുക. അംബ്രല മോഡൽ ഡ്രസ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്കിയിടുന്ന അതേ രീതിയിലാണ് ഇവിടെയും മടക്കിയെടുക്കേണ്ടത്. ഇതേ ഷേപ്പിലാണ് നമ്മൾ കാലിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായി വരും. അതെങ്ങനെയാണെന്ന് തുണിയിൽ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ പേപ്പറിൽ കാണിച്ചതുപോലെ തന്നെ തുണി ഇവിടെ ക്രോസ് ആയിട്ടാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാലിൻ്റെ ബോട്ടം ഭാഗത്തുള്ള അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ 5.5 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എത്ര ഇഞ്ചാണോ അതിൽ നിന്നും വേസ്റ്റ് ബാൻഡിന് നമ്മൾ എത്ര ഇഞ്ചാണോ എടുക്കുന്നത് അത് കുറച്ചതിന് ശേഷമുള്ള അളവാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്ന പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് 45 ഇഞ്ചാണ്. അതിൽ വേസ്റ്റ് ബാൻഡിന് 7 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന 38 ഇഞ്ചിൻ്റെ കൂടെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും മുകളിൽ വേസ്റ്റ് ബാൻഡുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 39.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ വണ്ണം നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് ബാൻഡിൽ എത്ര ഇഞ്ച് വണ്ണമാണോ എടുത്തിട്ടുള്ളത് അതിനേക്കാളും പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് 2-3 ഇഞ്ച് വണ്ണം കൂട്ടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. വേസ്റ്റ് ബാൻഡിൽ ഞാനിടുന്ന വണ്ണം 12 ഇഞ്ചാണ്. 2 ഇഞ്ച് പ്ലീറ്റ്സ് ഇടാനും കൂടി ചേർത്ത് 14 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് ഞാൻ എടുക്കുന്ന അളവ് 14 ഇഞ്ചാണ്. അതിൽ 7 ഇഞ്ച് വേസ്റ്റ് ബാൻഡിലാണ് പോകുന്നത്. ബാക്കി 7 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് ഇതുപോലൊന്ന് വരച്ചതിന് ശേഷം ഷേപ്പ് വരച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ പേപ്പറിൽ കാണിച്ചു തന്നതുപോലെ തന്നെ ഇവിടെ എല്ലാ ഭാഗത്തും തുണി എത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗത്ത് നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ അളവുകളും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഞാനൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 8.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1 ഇഞ്ച് വീതം തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. താഴെ നിന്നും മുകളിലേക്ക് വണ്ണം കൂട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതല്ല അളവ് പാൻറ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം അതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്ര ഇഞ്ച് വണ്ണം വേണമെന്നുണ്ടെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം മുകളിൽ വള്ളി ഇടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം.
പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് 7 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് എത്ര ഇഞ്ചാണോ അതിൻ്റെ 4/1 എടുത്തതിന് ശേഷം 1-2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കേണ്ടത്. കറക്റ്റ് അളവിൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നടക്കാനും ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിവിടെ 40 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വണ്ണം വേണ്ടത്. 1 ഇഞ്ച് ലൂസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ 12 ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 12 ഇഞ്ച് വണ്ണത്തിലും 9 ഇഞ്ച് ഇറക്കത്തിലുമുള്ള ഒരു വേസ്റ്റ് ബാൻഡാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കാലിൻ്റെ പോർഷനിലെയും വേസ്റ്റ് ബാൻഡിൻ്റെയും സൈഡ് ഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കാലിൻ്റെ ബോട്ടം ഭാഗം 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പീസ് എടുത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പീസ് നിവർത്തി വെച്ച് ഇതുപോലെ അതിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കാലിൻ്റെ പീസ് ഇതുപോലെ നിവർത്തി വിരിച്ചെടുക്കാം. 2 പീസിൻ്റെയും ഒരു സൈഡിലാണ് ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ജോയിൻറ്റുകളും ഒരു സൈഡിൽ വരത്തക്ക രീതിയിലാണ് വിരിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇരുവശങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വേസ്റ്റ് ബാൻഡ് രണ്ടും നിവർത്തിയിട്ടതിന് ശേഷം ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. മറ്റേ സൈഡിലാണ് നമ്മൾ വള്ളി ഇടാനുള്ള ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1.5 ഇഞ്ചിലാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അവിടെ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും വീണ്ടും താഴേക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് 1 ഇഞ്ച് വിട്ട ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ 1 ഇഞ്ച് വിട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് ഇരുവശങ്ങളിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരത്തെ വിട്ട 1 ഇഞ്ചാണ് ഇവിടെ ഒരു ഹോളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1 ഇഞ്ചും ഇതുപോലെ മടക്കി വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പാൻറ്റിൻ്റെ വീഡിയോയിൽ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നിയത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഹോളിലൂടെയാണ് നമ്മൾ വള്ളി കടത്തിയെടുക്കുന്നത്. ഇനി വേസ്റ്റ് ബാൻഡിൻ്റെയും കാലിൻ്റെ പീസിൻ്റെയും ക്രോച്ചിൻ്റെ ഈ ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് നമുക്കൊരു പിൻ കുത്തിയെടുക്കാം. 2 പീസിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട് നമ്മളൊരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ച് അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ബാക്കി വരുന്ന തുണിയാണ് നമ്മൾ ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്തായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ക്രോച്ച് ലെങ്തിൻ്റെ ഇരു സൈഡിലായിട്ടും പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇനി സെൻറ്റർ ഭാഗം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഭാഗം എനിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എവിടെയെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.